MG യൂണിവേഴ്സിറ്റിയുടെ CRG-യിലെ 2016 ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുകയായിരുന്നു. അതിൽ 16th ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: കമ്പയർ ഓർഡിനറി റെസൊല്യൂഷൻ വിത്ത് സ്പെഷ്യൽ റെസൊല്യൂഷൻ. സാധാരണ പ്രമേയവും പ്രത്യേക പ്രമേയവും തമ്മിൽ താരതമ്യം ചെയ്യുക എന്നതാണ്. സാധാരണ പ്രമേയമാണ് ആദ്യത്തെ ബോക്സിൽ നമ്മൾ നൽകിയിരിക്കുന്നത്. സ്പെഷ്യൽ റെസൊല്യൂഷന്റെ കാര്യം പുറത്ത് നൽകിയിരിക്കുന്നു. സാധാരണ പ്രമേയം: an ordinary resolution is required to transact ordinary business of routine nature. പതിവ് ദിനചര്യയുടെ ഭാഗമായ അത്തരം പ്രവർത്തനങ്ങളുടെ കാര്യത്തിലാണ് സാധാരണ പ്രമേയം പാസ്സാക്കപ്പെടുന്നതെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കപ്പെടുന്നത് സീരിയസ് സ്വഭാവമുള്ള കാര്യങ്ങളിലാണ്. രണ്ടാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് നോട്ടീസ് ഓർഡിനറി റെസൊല്യൂഷന് മുൻകൂർ നോട്ടീസ് നൽകേണ്ടതില്ല. നോട്ടീസ് നീഡ് നോട്ട് സ്പെസിഫൈ, അഥവാ മീറ്റിംഗിന്റെ നോട്ടീസിൽ സാധാരണ പ്രമേയം പാസ്സാക്കുന്നുണ്ട് എന്ന കാര്യം മുൻകൂട്ടി സ്പെസിഫൈ ചെയ്യേണ്ട കാര്യമില്ല. നോട്ടീസ് നീഡ് നോട്ട് സ്പെസിഫൈ ദ ഇന്റൻഷൻ ടു മൂവ് ഓർഡിനറി റെസൊല്യൂഷൻ. എന്നാൽ സ്പെഷ്യൽ റെസൊല്യൂഷന്റെ കാര്യം അതല്ല. നോട്ടീസ് മസ്റ്റ് സ്പെസിഫൈ ദ ഇന്റൻഷൻ ടു പ്രപ്പോസ് ദ റെസൊല്യൂഷൻ ആസ് എ സ്പെഷ്യൽ റെസൊല്യൂഷൻ. അതൊരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പ്രപ്പോസ് ചെയ്യാനായിട്ടുള്ള പ്ലാൻ ഉണ്ട്, ഇന്റൻഷൻ ഉണ്ട്, ഉദ്ദേശമുണ്ട് എന്ന് നോട്ടീസിൽ സ്പെസിഫൈ ചെയ്തിരിക്കണം. മസ്റ്റ് സ്പെസിഫൈ. 3, only a simple or numerical majority is required to pass. ഒരു സിമ്പിൾ മെജോറിറ്റി അല്ലെങ്കിൽ ന്യൂമറിക്കൽ മെജോറിറ്റി മാത്രം മതിയാകും ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കുന്നതിന്. എന്നാൽ a 3/4 majority of members voting is required to pass a special resolution. ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കാനായിട്ട് 3/4 4/3 ഭൂരിപക്ഷം അഥവാ 75% അംഗങ്ങളുടെ ഭൂരിപക്ഷം വോട്ട് ലഭിക്കണം. ഇനി an ordinary resolution does not normally require filing with the registrar. ഓർഡിനറി റെസൊല്യൂഷനിൽ പാസ്സാക്കി കഴിഞ്ഞാൽ അത് രജിസ്ട്രാർ അടുത്ത്, കമ്പനി രജിസ്ട്രാർ അടുത്ത് ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ കമ്പനി രജിസ്ട്രേഷൻ 15 ദിവസത്തിനുള്ളിൽ ഫയൽ ചെയ്യാൻ നൽകിയിരിക്കണം എന്നുള്ളതാണ്. As soon as a special resolution is passed, a certified copy of it must be filed with the registrar within 15 days. ഇനി ഒന്നുകൂടി സമപ്പ് ചെയ്യുവാണ് പോയിന്റ്സ്. അതായത് വോട്ടിംഗ് ത്രഷോൾഡിന്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. ഓർഡിനറി റെസൊല്യൂഷൻ റിക്വയർസ് എ സിമ്പിൾ മെജോറിറ്റി വൈൽ എ സ്പെഷ്യൽ റെസൊല്യൂഷൻ റിക്വയർസ് എ ഹയർ മെജോറിറ്റി. ഓർഡിനറി റെസൊല്യൂഷന് സിമ്പിൾ മെജോറിറ്റി മതി, അതേസമയം സ്പെഷ്യൽ റെസൊല്യൂഷന് ഹയർ മെജോറിറ്റി വേണം. 2, പർപ്പസ്, എന്തുദ്ദേശത്തിന് വേണ്ടി? ഓർഡിനറി റെസൊല്യൂഷൻ ആർ യൂസ്ഡ് ഫോർ റൂട്ടീൻ മാറ്റേഴ്സ്. പതിവ് ദിനചര്യകളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കുന്നത്, സാധാരണ പ്രമേയം പാസ്സാക്കുന്നത്. വൈൽ സ്പെഷ്യൽ റെസൊല്യൂഷൻസ് ആർ യൂസ്ഡ് ഫോർ ഇമ്പോർട്ടന്റ് മാറ്റേഴ്സ്. എന്നാൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കപ്പെടുന്നത് സുപ്രധാനമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, സീരിയസ് മാറ്റേഴ്സിന് വേണ്ടിയിട്ടാണ്. ഇനി ഓർഡിനറി റെസൊല്യൂഷന്റെ സംബന്ധിച്ച് ഫോർമാലിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാണ്. സ്പെഷ്യൽ റെസൊല്യൂഷന് മോർ ഫോർമൽ ആണ് ഓർഡിനറി റെസൊല്യൂഷനേക്കാളും. ഇനി എക്സാമ്പിളുകൾ പറയാം. ഓർഡിനറി റെസൊല്യൂഷന്റെ എക്സാമ്പിൾ: അപ്രൂവിംഗ് ദ അപ്പോയിന്റ്മെന്റ് ഓഫ് എ ന്യൂ ഡയറക്ടർ. ഒരു പുതിയ ഡയറക്ടറെ അപ്പോയിന്റ് ചെയ്യുന്നത് അപ്രൂവ് ചെയ്തുകൊണ്ട്, ന്യൂ ഓഡിറ്റർ, ഒരു പുതിയ ഓഡിറ്ററെ അപ്പോയിന്റ് ചെയ്തുകൊണ്ട് ആ കാര്യം അപ്പോയിന്റ്മെന്റ് അപ്രൂവ് ചെയ്യുന്നതാണ് ഓർഡിനറി റെസൊല്യൂഷൻ എങ്കിൽ. സ്പെഷ്യൽ റെസൊല്യൂഷൻ അങ്ങനെയല്ല. കമ്പനിയുടെ പേര് മാറ്റുക ഒരു ഗൗരവമുള്ള കാര്യമാണ്. കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ മാറ്റുക. കാരണം കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും കമ്പനിയുടെ പേരും എല്ലാം കമ്പനിയുടെ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും ഒക്കെ ഉള്ളതാണ്. അപ്പോ അതിലൊക്കെ മാറ്റം വരുത്തുക എന്ന് പറഞ്ഞാൽ രജിസ്ട്രാർ ഫയൽ ചെയ്തേക്കുന്ന ഡോക്യുമെന്റിൽ മാറ്റം വരുത്തിയാണ്. അത് ഇനി ഗൗരവമുള്ള സ്വഭാവമുള്ളതാണ്. രജിസ്ട്രാർ അടുത്തുള്ള ഡോക്യുമെന്റ് വരെ തിരുത്തേണ്ടി വരും. അതിന് ഇത് പാസ്സാക്കിയ സ്പെഷ്യൽ റെസൊല്യൂഷന്റെ ഒരു കോപ്പി രജിസ്ട്രാർക്ക് അയച്ചു കൊടുക്കേണ്ടി വരും. ആൻഡ് ഓർഡിനറി റെസൊല്യൂഷൻ ഈസ് എ റെസൊല്യൂഷൻ ദാറ്റ് റിക്വയർസ് സിമ്പിൾ മെജോറിറ്റി. ഓർഡിനറി റെസൊല്യൂഷന് 50% മെജോറിറ്റി മതി. എന്നാൽ സ്പെഷ്യൽ റെസൊല്യൂഷന് കാസ്റ്റ് ചെയ്യപ്പെടുന്ന വോട്ടിന്റെ 4/3 ഭാഗം അഥവാ 75% മെജോറിറ്റി വേണം. സിമ്പിൾ മെജോറിറ്റിയുടെ കാര്യത്തിലുള്ള വ്യത്യാസം മാത്രമല്ല, റൂട്ടീൻ മാറ്റേഴ്സിന്റെ കാര്യത്തിലുള്ള വ്യത്യാസം, പിന്നെ ഫോർമാലിറ്റിയുടെ കൂടുതൽ കുറവ് വ്യത്യാസം എന്നിവയും ഉണ്ട്. 17ാമത്തെ ചോദ്യം എങ്ങനെയാണ്? ഗിവ് ഔട്ട് ഇൻ ഓർഡർ ദ പ്രയോറിറ്റി ഓഫ് പേയിങ് ഔട്ട് ഓഫ് ഡെസ് ഇൻ വൈൻഡിംഗ് അപ്പ്. കമ്പനിയുടെ വൈൻഡിംഗ് അപ്പിന്റെ സമയത്ത് കടബാധ്യതകൾ വീട്ടിൽ തീർക്കേണ്ടതുണ്ട്, ലയബിലിറ്റീസ് പേ ഔട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അസറ്റ്സ് എല്ലാം വെച്ച് കിട്ടുന്ന പണം ലയബിലിറ്റീസ് പേ ഔട്ട് ചെയ്യാൻ ഉപയോഗിക്കണം. അങ്ങനെ ഉപയോഗപ്പെടുത്തുമ്പോൾ ആദ്യം ആർക്ക് കൊടുക്കണം എന്നതിനെ കുറിച്ച് ഒരു വ്യക്തത വേണം. സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിനാണ് ആദ്യം നൽകേണ്ടത്. സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് കഴിഞ്ഞാൽ പിന്നെ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന്. ഈ രീതിയിലാണ് നമ്മൾ നൽകേണ്ടത്. അപ്പൊ ഒരിക്കൽ കൂടി നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്, സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന്റെ കടബാധ്യതകളാണ് ആദ്യം തീർക്കേണ്ടത്. അതിൽ തന്നെ മോർഗേജേഴ്സ് എന്ന് പറയുന്ന വിഭാഗം സെക്യൂർഡ് ക്രെഡിറ്റേഴ്സും ഉണ്ട്. അസറ്റ്സിന്മേൽ ചാർജുള്ള ചാർജ് ഹോൾഡേഴ്സും ഉണ്ട്. അപ്പൊ മോർഗേജേഴ്സിന്റെ ചാർജാണ് ആദ്യം കൊടുക്കേണ്ടത്.
അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫിക്സഡ് അസറ്റ് ആയിട്ടുള്ള ബിൽഡിംഗ്, ലാൻഡ്, മെഷീനറി എന്നീ ഇങ്ങനെയുള്ള ഏതെങ്കിലും സ്പെസിഫിക് ആയ ഫിക്സഡ് അസറ്റ് മേൽ ചാർജ് ഉള്ളവർക്ക് അവരുടെ കടബാധ്യതയും തീർക്കണം. അത് കഴിഞ്ഞിട്ടാണ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. ആരൊക്കെയാണ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ്? കമ്പനിയുടെ എംപ്ലോയീസ്, അവർക്ക് കൊടുക്കാനുള്ള വേജസ്, അൺപെയ്ഡ് വേജസ്, സാലറീസ്, മറ്റവർക്ക് എന്തെങ്കിലും എംപ്ലോയീസ് ബെനിഫിറ്റുകൾ പെൻഡിങ് ഉണ്ടെങ്കിൽ അത് കൊടുത്തു തീർക്കുക. എംപ്ലോയീസ് പെൻഷൻ കോൺട്രിബ്യൂഷൻസ് ആണ് അടുത്ത. അൺപെയ്ഡ് ആയിട്ടുള്ള പെൻഷൻ കോൺട്രിബ്യൂഷൻസ് എന്തെങ്കിലും എംപ്ലോയീസിന് നമ്മൾ ഓവ് ചെയ്യുന്നുണ്ട് പക്ഷെ കൊടുത്തിട്ടില്ല എങ്കിൽ അത് കൊടുക്കുക. ഓക്കെ. ഇനി അടുത്തായിട്ട് ടാക്സ് അതോറിറ്റീസിനുള്ളതാണ്. അൺപെയ്ഡ് ടാക്സസ് ഇൻക്ലൂഡിംഗ് ഇൻകം ടാക്സ്, സെയിൽസ് ടാക്സ് ആൻഡ് അതർ ഗവൺമെന്റ് ലെവീസ്. പിന്നെ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്ന വിഭാഗമാണ്. ട്രേഡ് ക്രെഡിറ്റേഴ്സ്, സപ്ലയേഴ്സ്, വെൻഡേഴ്സ് ആൻഡ് അതർ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്. അതായത് നമ്മൾ ആരുടെ കയ്യിൽ നിന്നെങ്കിലും ഒക്കെ കടം വാങ്ങിയ സാധനങ്ങൾ, റോ മെറ്റീരിയലുകളോ, നമുക്ക് സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന ആൾക്കാരോ, മെഷീനറി സപ്ലൈ ചെയ്യുന്ന ആൾക്കാരോ, വെൻഡേഴ്സോ അങ്ങനെയുള്ള ആൾക്കാർ, പക്ഷെ അവർക്ക് ഈടൊന്നും കൊടുത്തിട്ടില്ല, സെക്യൂർഡ് അല്ല, അങ്ങനെയുള്ളവർക്ക് ഉള്ളത് കൊടുത്തു തീർക്കേണ്ട, പേ ഔട്ട് ചെയ്യേണ്ട ഒരു സമയമാണ് ഇപ്പോൾ. അത് കൂടാതെ തന്നെ ബാങ്ക് ലോണുകൾ വല്ലതും അൺസെക്യൂർഡ് വിഭാഗത്തിലുള്ള ബാങ്ക് ലോണുകൾ ഉണ്ടെങ്കിൽ അത് കൊടുത്തു തീർക്കേണ്ട സമയമാണ്. ബാങ്കിന്റെ ഓവർ ഡ്രാഫ്റ്റുകൾ വല്ലതും പെൻഡിംഗ് ഉണ്ടെങ്കിൽ അത് കൊടുത്തു തീർക്കേണ്ട സമയമാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്, ഇതൊന്നും അല്ലാതെ വെറൈറ്റി ആയിട്ടുള്ള അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ഉണ്ടാവാം. അതായത് ക്രെഡിറ്റ് കാർഡ് ഡെറ്റ്, അതുപോലെ തന്നെ യൂട്ടിലിറ്റി ബില്ല് എന്ന് വെച്ചാൽ കറണ്ട് ബില്ല്, വെള്ളത്തിന്റെ ബില്ല്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അൺസെക്യൂർഡ് ആയിട്ടുള്ള ഡെറ്റ്സ് കൊടുത്തു തീർക്കുക. ഇനി ഷെയർ ഹോൾഡേഴ്സിന്റെ കാര്യമാണ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഹു ഹാവ് എ പ്രയർ ക്ലെയിം ടു ഡിവിഡൻസ് ആൻഡ് ക്യാപിറ്റൽ. ഡിവിഡൻഡിന്റെയും ക്യാപിറ്റലിന്റെയും കാര്യത്തിൽ ഒരു മുൻകൂർ ക്ലെയിം ഉള്ള ഷെയർ ഹോൾഡേഴ്സ്. ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ഓർഡിനറി ഷെയർസ് ഹു ഹാവ് എ റെസിജ്വൽ ക്ലെയിം ടു ഡിവിഡൻസ് ആൻഡ് ക്യാപിറ്റൽ. ഡിവിഡൻഡ്, ക്യാപിറ്റൽ എന്നിവയുടെ കാര്യത്തിൽ പെൻഡിംഗ് ക്ലെയിം ഉള്ള ആൾക്കാർ. അപ്പൊ എന്തോ ആവട്ടെ, എനി റിമൈനിങ് അസറ്റ്സ് ഇതൊക്കെ കൊടുത്തു തീർത്തിട്ട് ഇനി എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം. ടു പേ ഓഫ് എനി റിമൈനിങ് ഡെറ്റ്, അല്ലെങ്കിൽ ഇനിയും എന്തെങ്കിലും റിമൈനിങ് ഡെറ്റ് പേ ഓഫ് ചെയ്യാനായിട്ട് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം. അടുത്ത ചോദ്യം, ഹൗ ക്യാൻ എ കമ്പനി ആൾട്ടർ ക്യാപിറ്റൽ ക്ലോസ് ഇൻ മെമ്മോറണ്ടം? മെമ്മോറണ്ടത്തിലെ ക്യാപിറ്റൽ ക്ലോസ് എങ്ങനെയാണ് ഭേദഗതി വരുത്താൻ കഴിയുക? എ കമ്പനി ക്യാൻ ആൾട്ടർ ഇറ്റ്സ് ക്യാപിറ്റൽ ക്ലോസ് ഇൻ ദ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ ബൈ ഫോളോയിങ് സം സ്റ്റെപ്സ്. ചില സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യണം. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചെക്ക് ദ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, AOA ചെക്ക് ചെയ്യുക. എന്നിട്ട് റിവ്യൂ ദ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, ചെക്ക് ഇഫ് ദ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ അലൗസ് ഫോർ ദ ആൾട്ടറേഷൻ ഓഫ് ദ ക്യാപിറ്റൽ ക്ലോസ്. കമ്പനിയുടെ മൂലധന ക്ലോസ്, ക്യാപിറ്റൽ ക്ലോസ് രജിസ്ട്രാർ അടുത്ത് നമ്മൾ ഓതറൈസ്ഡ് ക്യാപിറ്റൽ പാസ്സാക്കി എടുത്തിരിക്കുന്ന അപ്പോൾ ഫയൽ ചെയ്ത അത് ചേഞ്ച് ചെയ്യാൻ നമ്മുടെ ആർട്ടിക്കിൾസ് അനുവദിക്കുന്നുണ്ടോ എന്ന് തീർച്ചയായിട്ടും ഒന്ന് പരിശോധിക്കുക. ആർട്ടിക്കിൾസ് അത് അനുവദിക്കുന്നില്ലെങ്കിൽ നമുക്ക് ആ നടപടിയുമായി മുന്നോട്ട് പോകാം. രണ്ട്, ഐഡന്റിഫൈ ദ പ്രൊസീജിയർ ഫോർ ആൾട്ടറിംഗ് ദ ക്യാപിറ്റൽ ക്ലോസ് as specified in the AOA. അങ്ങനെ നമ്മുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ക്യാപിറ്റൽ ക്ലോസ് ആൾട്ടർ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, സമ്മതം നൽകിയിട്ടുണ്ടെങ്കിൽ അതിനൊരു നടപടിക്രമം പറഞ്ഞിട്ടുണ്ടാവും. ആ നടപടിക്രമം എന്താണെന്ന് നോക്കി മനസ്സിലാക്കുക. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒബ്റ്റെയിൻ ഷെയർ ഹോൾഡേഴ്സ് അപ്രൂവൽ. നമ്മുടെ ഷെയർ ഹോൾഡർമാരോട് സമ്മതം ചോദിക്കാതെ നമ്മുടെ ക്യാപിറ്റൽ ക്ലോസ് നമ്മൾ ആൾട്ടർ ചെയ്യാൻ പാടില്ല. കാരണം അവരാണോ യഥാർത്ഥ ഉടമകൾ. അവരറിയാതെ കമ്പനിയുടെ ഓഹരി മൂലധനത്തിന്റെ വകുപ്പ് ക്ലോസ് അത് വർദ്ധിപ്പിക്കാനോ കുറയ്ക്കാനോ ഒന്നും സാധിക്കില്ല. സോ ഷെയർ ഹോൾഡേഴ്സിന്റെ അപ്രൂവൽ വേണം ക്യാപിറ്റൽ ക്ലോസ് ചേഞ്ച് ചെയ്യുന്നതിന്. അതിന് ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടേണ്ടി വരും. ഷെയർ ഹോൾഡേഴ്സ് അവര് അംഗീകരിക്കേണ്ടി വരും ഓൾട്ടറേഷൻ. അതിന് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കേണ്ടിയും വരും. കാരണം ഒരു സീരിയസ് മാറ്റർ ആണ്. 75% എങ്കിലും ആ മെജോറിറ്റി കിട്ടിയാൽ മാത്രമാണ് ക്യാപിറ്റൽ ക്ലോസ് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള തീരുമാനം ഫലവത്താവുകയുള്ളൂ. ഈ നോട്ടീസ് ഷെയർ ഹോൾഡർമാർക്ക് നൽകണമെന്ന് അറിയാമല്ലോ. കാരണം സീരിയസ് മാറ്റർ ആകുമ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കേണ്ടി വരും. അതുകൊണ്ട് മീറ്റിങ്ങിന് വരുന്നതിന് മുൻപേ തന്നെ ഈ വിഷയത്തെ സംബന്ധിച്ച ഒരു പ്രയർ നോട്ടീസ് നൽകിയിരിക്കണം എന്നുള്ളതാണ്. ഇങ്ങനെ ക്യാപിറ്റൽ ക്ലോസ് ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, അതിന്റെ കാരണങ്ങൾ ഇന്നതാണ് എന്ന് വ്യക്തമാക്കുകയും വേണം. ഇനി രജിസ്ട്രാർക്ക് ഇത് ഫയൽ ചെയ്യുക എന്നുള്ളതാണ് അടുത്തതായിട്ടുള്ളത്. കമ്പനി രജിസ്ട്രാർ അഥവാ രജിസ്ട്രാർ ഓഫ് കമ്പനീസ്, ROC എന്ന് പറയും. ഫയൽ ഫോം SH7 with the registrar of companies within 30 days of passing the special resolution. ഈ ക്യാപിറ്റൽ ക്ലോസ് ചേഞ്ച് ചെയ്തുകൊണ്ട് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കി കഴിഞ്ഞാൽ, പാസ്സാക്കണമെങ്കിൽ 75% അംഗങ്ങളുടെ സമ്മതം വേണം. അത് വേറെ കാര്യം. വോട്ടിനിടണം, ഭൂരിപക്ഷം കിട്ടണം 75%, അതായത് 3/4 മെജോറിറ്റി കിട്ടണം. ഇനി അറ്റാച്ച് ദ ഫോളോയിങ് ഡോക്യുമെന്റ്സ്, അതായത് സർട്ടിഫൈഡ് കോപ്പി ഓഫ് ദ സ്പെഷ്യൽ റെസൊല്യൂഷൻ, ആൾട്ടേർഡ് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ, സ്റ്റേറ്റ്മെന്റ് എക്സ്പ്ലെയിനിങ് ദ റീസൺസ് ഫോർ ദ ആൾട്ടറേഷൻ. സ്റ്റെപ്പ് 4, ഒബ്റ്റൈനിങ് ROC അപ്രൂവൽ. രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അപ്രൂവൽ ഒബ്റ്റൈൻ ചെയ്യണം.
the registrar of companies verifies the document and ensures the compliance with the Companies Act. Approval. The ROC approves the alteration and issues a certificate. Registrar of Companies alteration approve ചെയ്യുന്നു എന്നിട്ട് ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നു. ഇനി update the memorandum of association and articles of association. Update the MOA and update the MOA to reflect the altered changes in the capital clause called ക്യാപിറ്റൽ ക്ലോസിൽ നമ്മളിപ്പോൾ വരുത്തിയ ഭേദഗതിയുള്ള പുതിയ മാറ്റങ്ങൾ അവിടെ പ്രതിഫലിക്കണമെങ്കിൽ അത് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ ചേഞ്ച് വരുത്തിയാൽ മതിയാവും. സോ അപ്ഡേറ്റ് എയിലും ചേഞ്ച് വരുത്തണം, ക്യാമറ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലും ഈ പുതിയ മാറ്റം റിഫ്ലക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലെ 19ാമത്തെ ചോദ്യമാണ് ത്തിലേക്കാണ് പോകേണ്ടത്. വാട്ട് ആർ സെബി ഗൈഡ് ലൈൻസ് റിഗാർഡിംഗ് ദ ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ്. പ്രോസ്പെക്ടസ് ഇറക്കുന്നതിനെ സംബന്ധിച്ച് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി എന്ത് മാർഗരേഖയാണ് നൽകുന്നത്? ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്.